buddies, how are you? അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ കൂടി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾക്ക് എങ്ങനെ നമ്മളെ വീഡിയോസിൽ ഡുവൽ ടോൺ കളർ എഫക്റ്റ് കൊടുക്കാമെന്നാണ്. അപ്പോൾ ഈ ഡുവൽ ടോൺ കളർ എഫക്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഈ ഡുവൽ ടോൺ കളർ എഫക്റ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കും ഇതുപോലത്തെ ഡുവൽ ടോൺ കളർ എഫക്റ്റ് ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഇവിടെ ലൈറ്റ് ഒന്നും വെച്ചിട്ടോ, ഇങ്ങനെ ലൈറ്റ് കത്തിച്ചിട്ടാക്കുന്നതെന്നല്ല. അപ്പോൾ നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ നമ്മൾക്ക് ഇതുപോലത്തെ ഈ ഒരു ഡുവൽ ടോൺ കളർ എഫക്റ്റ് ഉണ്ടാക്കാമെന്നാണ്. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ. ഓക്കെ, അപ്പം വളരെ സിമ്പിളാണ്. അപ്പോൾ ചിലവരൊക്കെ പുകയൊക്കെ കത്തിച്ചിട്ട് നമ്മൾ ബ്ലൂ ലൈറ്റും റെഡ് ലൈറ്റെല്ലാം വെച്ചിട്ട് ഭയങ്കര പ്രൊഫഷണൽ ആയിട്ട് ആക്കുന്നവരുണ്ട്. പക്ഷെ നമ്മളെല്ലാം എഡിറ്റ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നവരാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ബ്ലാക്ക് കളർ ബാക്ക്ഗ്രൗണ്ട് കിട്ടുന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. ഓക്കെ, ഇപ്പോൾ എൻ്റെയും ആ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പം വൈറ്റ് ബാക്ക്ഗ്രൗണ്ടാണ് യൂസ് ചെയ്യുന്നത്. വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ ഷാഡോ നല്ല വൃത്തിക്ക് കാണുന്നുണ്ട്. പക്ഷെ അതൊക്കെ നമുക്ക് എഡിറ്റിംഗ് വഴി ശരിയാക്കാം. ഓക്കെ, സോ അപ്പോൾ എന്തായാലും ഇനി വെറുതെ പറഞ്ഞ സമയം കളയുന്നില്ല. അപ്പം നമുക്ക് നേരം വീഡിയോയിലേക്ക് കിടക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കൈൻമാസ്റ്റർ ആപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങളൊരു പുതിയൊരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. നിങ്ങൾ യൂട്യൂബ് വീഡിയോക്ക് വേണ്ടിയിട്ടാണ് ആക്കുന്നതെങ്കിൽ 16:9 ആസ്പെക്ട് റേഷ്യോ സെലക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഏത് വീഡിയോക്കാണോ ഡുവൽ കളർ ടോൺ കൊടുക്കേണ്ടത് ആ വീഡിയോ ഒന്ന് നിങ്ങൾ എടുക്കാം. ഇപ്പോൾ ഈ വീഡിയോക്ക് കുറച്ച് ഷാഡോസ് ഉണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ. അതുകൊണ്ട് നിങ്ങൾ അഡ്ജസ്റ്റ്മെൻറ്റ് എടുത്തിട്ട് കുറച്ച് കോൺട്രാസ്റ്റും കുറച്ച് നമ്മളെ ഹൈലൈറ്റ്സും അതൊക്കെ ഷാഡോസ് വെച്ച് കുറക്കാം. ഓക്കെ, ഈ ഷാഡോസ് എന്നുള്ളത് കുറച്ചും കുറക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഷാഡോസ് കുറച്ച് കുറയുന്നതായിരിക്കും. ഓക്കെ, ഫുള്ളായിട്ട് കുറയുന്നില്ല. അപ്പോൾ ഇപ്പം നമുക്കത് അങ്ങനെ വെക്കാം. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ലെയർ എടുക്കാം. ഓക്കെ, ലെയർ എടുത്തിട്ട് ലെയറിൽ മീഡിയ എടുത്തിട്ട് ബാക്ക്ഗ്രൗണ്ട് എടുക്കാം. ബാക്ക്ഗ്രൗണ്ട് എടുത്തതിന് ശേഷം നിങ്ങൾ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഇപ്പോൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഈ വൈറ്റ് കളർ നിങ്ങൾ റെഡായിട്ട് സെലക്ട് ചെയ്യാം. റെഡായിട്ട് സെലക്ട് ചെയ്തതിന് ശേഷം ക്രോപ്പിംഗ് എടുത്തിട്ട് മാസ്ക് ഇനേബിൾ ചെയ്യാം. എന്നിട്ട് ഇവിടെ താഴെ നിങ്ങൾക്ക് ഫെദർന്ന് കാണുന്നില്ലേ, ഫെദർ എന്നിട്ട് നിങ്ങൾ 50 ഓക്കെ, ഫുള്ളാക്കാം. എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആൽഫ ഒപ്പാസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ആൽഫ ഒപ്പാസിറ്റി നിങ്ങൾ ഒന്ന് കുറച്ച് കുറക്കാം. അപ്പോൾ ഇത് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വരുന്നതായിരിക്കും. ഇനി ഇത് നിങ്ങളൊന്ന് വലുതാക്കിയിട്ട് ഈ ഒരു ഭാഗത്തൊന്ന് നിങ്ങൾ വെക്കാം. ഓക്കെ, ഞാനിത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടതെന്ന് പറഞ്ഞാൽ അവിടെ ആ ഒരു ഭാഗത്ത് നിങ്ങളിങ്ങനെ ഒന്ന് വെക്കാം. സോ ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാനിത് ഇവിടെ ഇങ്ങനെ റെഡ്, നമ്മൾ ഈ റെഡിൻ്റെ ഇത് കളർ ടോൺ ആയിട്ടുണ്ട്. ഓക്കെ, സോ ഓക്കെ, സോ ഇപ്പോൾ ഈ ഭാഗത്ത് നമുക്ക് ഇവിടെ കുറച്ചൊരു റെഡിഷ് കളർ ടോൺ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഓക്കെ, സോ ഓക്കെ, സോ അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ റെഡ് കളർ ടോൺ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഫേസിൽ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ആ റെഡ് കളർ ഇങ്ങനെ അടിക്കുന്ന പോലെ ഉണ്ട്. ഇനിയിപ്പോൾ ആ ബ്ലൂ ലൈറ്റും കൂടി വരുമ്പോൾ കുറച്ചും കൂടി പെർഫെക്റ്റ് ആവും. അപ്പോൾ ഇനി ഒന്നും കൂടി ലെയർ മീഡിയ എടുക്കാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ നേരത്തെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് എടുക്കാം. വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് എടുത്തിട്ട് നിങ്ങൾ ഒരു ലൈറ്റ് ബ്ലൂ കളർ സെലക്ട് ചെയ്യുക. ഓക്കെ, ലൈറ്റ് ബ്ലൂ ആകുമ്പോഴാണ് കുറച്ചും കൂടി ഒരു പ്രൊഫഷണൽ ലുക്ക് വരാം. എന്നിട്ട് നിങ്ങൾ ക്രോപ്പിംഗ് എടുത്തതിന് ശേഷം നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ മാസ്ക് ഇനേബിൾ ചെയ്യാം. എന്നിട്ട് ഫെദർ 100%, 50%, ഓക്കെ 50 ആക്കാം. എന്നിട്ട് ഇതും അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഭാഗത്ത് വെക്കാം. അപ്പോൾ ഇതിനും നമുക്ക് കുറച്ച് ആൽഫ ഒപ്പാസിറ്റി കുറക്കണം, എങ്കിലേ നമ്മൾക്ക് ആ ഒരു പ്രൊഫഷണൽ ലുക്ക് വരുമല്ലോ. ഓക്കെ, സോ അധികം ഒപ്പാസിറ്റി ആയിട്ടുണ്ടെങ്കിൽ നമ്മളെ ഫേസിനെ അത് കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനി ഇങ്ങനെ ഇതുപോലെ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. ഓക്കെ, ഡുവൽ കളർ ടോണിന് കുറച്ചും കൂടി വലുതാക്കി ഇതിവിടെ വെക്കാം. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ഡുവൽ കളർ ടോൺ ആക്കാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, സോ നമ്മൾ ആ റെഡും ബ്ലൂ ലൈറ്റും നമ്മളെ ഫേസിന് ഇങ്ങനെ അടിക്കുന്നുണ്ട്. ഈ ഒരു ഭാഗം റെഡും ഈ ഒരു ഭാഗം നമ്മളെ ബ്ലൂ ആയ പോലെ ഉണ്ട്. അപ്പം നല്ല പ്രൊഫഷണൽ ലുക്ക് തന്നെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ ഡുവൽ കളർ ടോൺ ഉണ്ടാക്കുന്നത്. സോ ബഡീസ്, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഡുവൽ ടോൺ കളർ വീഡിയോ ഉണ്ടാക്കൽ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിരിക്കുകയാണ്. പക്ഷേ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾക്ക് ഒരു കാര്യം പറയാനുണ്ട്. നമ്മൾ റോഡ് ടു 200 സബ്സ്ക്രൈബേഴ്സ് ആണ്. അപ്പോൾ 200 സബ്സ്ക്രൈബേഴ്സ് അടിക്കാനിരിക്കുകയാണ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ 200 സബ്സ്ക്രൈബേഴ്സ് അടിച്ചിട്ടുണ്ടാവും. അപ്പം ഇതൊരു സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. എങ്ങനെയെങ്കിലും 200 സബ്സ്ക്രൈബേഴ്സ് ക്രോസ് ചെയ്യണം. ഓക്കെ, സോ അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ വീഡിയോ അതിൻ്റെ പേണ്ട സമയമായിരിക്കുകയാണ്. ഇറ്റ്സ് മീ ശ്യാം. നമുക്ക് അടുത്ത വീഡിയോ കാണാം.